ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുന്നേ ഇവർ രണ്ടുപേരും എന്നെ വിഷ് ചെയ്തിട്ടാട്ടോ പോയത്. വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നിട്ട് ഇതുപോലൊരു ഗിഫ്റ്റും കൊണ്ട് വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു ഇവർ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടോ, കേക്ക് കട്ടിംഗ് ഉണ്ടോ എന്ന് ചോദിക്കാൻ വരുന്നതാണെന്നേ. പക്ഷെ നല്ല ക്യൂട്ട് ഒരു ബാഗായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഇവർ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് എനിക്ക് തരുമെന്നേ. ഞാൻ ഇവർക്ക് വേണ്ടി നല്ല ഫ്രൂട്ട് കസ്റ്റർഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വേഗം തന്നെ ഇതെടുത്ത് കൊടുത്തിട്ടോ രണ്ടെണ്ണത്തിനും. ഇവർക്ക് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കൊരു ഇച്ചിരി ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ രണ്ടുപേർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടോ. അമ്പലത്തിൽ പോകാൻ വരുന്നു എന്ന് ചോദിച്ചപ്പോൾ അവരും വരുന്നെന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ആദ്യം വന്നത് ആ പുതുകാവിലോട്ടാണേ. പുതുകാവിൽ നന്നായിട്ട് തൊഴുതതിന് ശേഷം ഞങ്ങൾ അമ്മച്ചി വീട്ടിലോട്ട് വന്നിട്ടോ. രാവിലെ വരണമെന്ന് വിചാരിച്ചതാണ്, നടന്നില്ല. ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഇന്ന് 10ാം ദിവസത്തെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന്. നല്ല ആളുണ്ടായിരുന്നു കേട്ടോ. നല്ല വിളക്കും നല്ല ലൈറ്റും എല്ലാം കൂടിയായിട്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നേ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഉണ്ണിക്കുട്ടൻ ടോയ്സിന് വേണ്ടിയൊക്കെ വാശി പിടിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ വെച്ച് ഞങ്ങളുടെ ഫ്രണ്ട് അമൃതയും മുകേഷിനെയും കണ്ടു കേട്ടോ. എന്നാൽ പിന്നെ നമ്മുടെ ബർത്ത്ഡേ ആഘോഷം ഇച്ചിരി കൂടി വിപുലീകരിക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. ഇന്ന് അമൃതയുടെയും കൂടി ബർത്ത്ഡേ ആയിരുന്നേ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ബനാന കേക്കൊക്കെ അങ്ങ് കട്ട് ചെയ്തിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്ത് ഞങ്ങളുടെ ബർത്ത്ഡേ ആഘോഷം അങ്ങ് സ്റ്റാർട്ട് ചെയ്തിട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്യാന്നുള്ളതായിരുന്നു കേട്ടോ. ഉണ്ണിക്കുട്ടന് ഈ കേക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ കൊടുത്ത ഉടനെ പറഞ്ഞു എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ്. പക്ഷെ നല്ല കേക്കായിരുന്നു, ക്രൗണിലെ കേക്കായിരുന്നു കേട്ടോ. അനീഷയ്ക്ക് നല്ല ചമ്മലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വീഡിയോ എടുക്കുന്നതുകൊണ്ടാണോ എന്നറിയത്തില്ല. പിന്നെ ഞങ്ങളുടെ ഫുഡൊക്കെ വന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കുറേ സാധനങ്ങളൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മുകേഷും അമൃതയും വെജിറ്റേറിയൻസ് ആയതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ അവർ ഓർഡർ ചെയ്തിട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങി. ഉണ്ണിക്കുട്ടൻ ഒരു നൂഡിൽസിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ അവസാനം വരെ. അതിനുശേഷം ഞങ്ങൾ വന്നത് നേരെ ബീച്ചിലോട്ടാട്ടോ. ബീച്ചില്ലാതെ എന്തൊരാഘോഷം നമുക്ക്. ഉണ്ണിക്കുട്ടനും രുക്കുമയും നേരെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ പെനിയിൽ വന്ന് ഓരോ ഐസ്ക്രീമും കൂടി കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ടെൻഡർ കോക്കനട്ട് ആട്ടോ. ഞാൻ ആദ്യം വന്നിട്ടുണ്ടെങ്കിൽ ടെൻഡർ കോക്കനട്ട് എടുക്കും. അതിനുശേഷം പല ഫ്ലേവറും ട്രൈ ചെയ്യാറുണ്ടെങ്കിലും ഇന്ന് ഇതിലങ്ങ് നിർത്തി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.